ഹലോ ഗായ്സ്, അപ്പോൾ ഈ വലിഞ്ഞു നിന്ന് പറിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാമ്പയ്ക്കാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ നേരെ മുന്നത്തെ വീട്ടിൽ ഒരു ചാമ്പക്കമരമുണ്ട്. അത്യാവശ്യം ചാമ്പയ്ക്ക അതിലുണ്ടായിട്ടുണ്ട്, പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമ്മൾ ചാമ്പക്ക പറിക്കുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്കാണ് അതിൻ്റെ പകുതി കൊമ്പുകളും ചാഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പറിച്ചു, കുറച്ചൊക്കെ പഴുക്കാനായിട്ടുള്ളത് ഷീറ്റിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പറിച്ച് ഞാൻ അകത്തേക്ക് കിട്ടാവുന്ന അത്രയും പറിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചാമ്പക്ക ഉണ്ട്, പിങ്ക് ചാമ്പക്ക ഒന്ന് ഉപ്പ് തിരുമ്പി നോക്കിയാലോ എന്നൊരു ആഗ്രഹം കേട്ടോ. ഞാൻ ഇതുവരെ ചാമ്പക്ക ഉപ്പ് തിരുമ്പി കഴിച്ചൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ 3-4 ചാമ്പക്ക എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഞാൻ 2 തവണ കഴുകുന്നുണ്ട് കേട്ടോ. കൈ വെച്ച് നന്നായി തിരുമ്പി കൊടുത്തിട്ടാണ് കഴുകി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ചാമ്പയ്ക്കൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3-4 ചാമ്പയ്ക്ക മാത്രമാണ് ഉപ്പ് തിരുമ്പാനായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ചാമ്പയ്ക്കും ഇതുപോലെ ഒന്ന് നടുക കീറി കൊടുക്കുന്നുണ്ട്. അകത്ത് എന്തെങ്കിലും കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ നടുക കീറാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കേടുകളോ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂട്ടി കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാ ചാമ്പയ്ക്കും ഇതുപോലെ ഒന്ന് നടുക കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രത്തിലെടുത്തിട്ടുള്ള എല്ലാ ചാമ്പയ്ക്കൊന്നും നടുക കയറി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ അതെല്ലാം വെറുതെ ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് നടുക കയറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പഴുത്തോണ്ട് തന്നെ ഈ ചാമ്പയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ ഉള്ളത്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഇനി ഇട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് എടുത്തിട്ട് രണ്ടും കൂടി ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ചാമ്പയ്ക്ക് വെച്ചിട്ട് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമതും ഞാൻ ചാമ്പയ്ക്ക് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ ഞാനൊരു 3-4 തവണ അങ്ങനെ ചാമ്പക്ക വെച്ചിട്ട് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചാമ്പക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.